ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ കൂടെ സ്ക്രാംബ്ലർ 400X ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു 5000 കിലോമീറ്റേഴ്സോളം ഞാൻ വണ്ടി ഓട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്സിനെ പറ്റിയാണ് കേട്ടോ ഗൈസ്. അതിപ്പോൾ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താം. ഫുൾ ടൂറിങ് റെഡിയാണ് ഈ വണ്ടി. അപ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസൊക്കെ ടൂർ ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്സ്ട്രാ ആക്സസറീസ്, പിന്നെ ഓഫ് റോഡിന് വേണ്ടി കുറച്ച് ആക്സസറീസ്, അങ്ങനെ എല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഫുൾ ആക്സസറീസും ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഗൈസ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഷീൽഡ്, ഈ ഒരു ചെറിയ ഷോർട്ട് ടിൻറ്റഡ് വിൻസ്ക്രീന്, ഇത് ട്രയംഫിൻ്റെ തന്നെ വിൻഷീൽഡാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം കോസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ 3500 റുപ്പീസ് വരും. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല്, ഇത് ഓൾറെഡി സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ് ഇതിന്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഇതിന് മുമ്പ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് ഇതിവിടെയാണ് കേട്ടോ ഗൈസ് വരുന്നത്. അപ്പോൾ ഇതൊരു വൃത്തിയിട്ട ലുക്കാണ്. അപ്പോൾ ഇതൊക്കെ ഈ ലുക്ക് മാറ്റാൻ വേണ്ടി മോട്ടോ ടോർക്കിൻ്റെ തന്നെ ഈ ഒരു ക്ലാമ്പ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. 1200 റുപ്പീസാണ് ഈ ഒരു ക്ലാമ്പ്. ഈ ക്ലാമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് നമ്മൾ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ആക്സസറിയാണ്. പിന്നെ ഗൈസ്, അടുത്ത് പറയാനുള്ള മെയിൻ ആക്സസറി എന്ന് പറയുമ്പോൾ ഫോഗ് ലാമ്പാണ് കേട്ടോ ഗൈസ്. ഇത് കാണുമ്പോൾ അറിയാം, ഫ്യൂച്ചർ ഐസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫോഗ് ലാമ്പാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിന് 13,000 ആണ് ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ റേറ്റ് വരുന്നത്. കാര്യം ഇതിന് ഇത്ര റേറ്റ് വരാൻ കാര്യമുണ്ട്. ഇതിന് ഹാർനസ് കിറ്റും സ്വിച്ചും കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു ഫോഗ് ലാമ്പ് വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ്, നോർമലി നമ്മൾ മാഡ് ഡോഗിൻ്റെയൊക്കെ നമ്മൾ ഇത് ഫോഗ് ലാമ്പ് മേടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഹാർനസ് കിറ്റും സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. ഇതെന്ന് പറയുമ്പോൾ ആ സെറ്റിൽ തന്നെ നമുക്ക് ഈ ഫോഗ് ലാമ്പ്സ്, 2 ഫോഗ് ലാമ്പ്, പിന്നെ ഇതെവിടെ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് വരും, പിന്നെ ഹാർനസ് കിറ്റും വരും. ഓക്കെ. പിന്നെ ഈ ഫോഗ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. നമുക്ക് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ, അങ്ങനെ തന്നെ കോമ്പിനേഷൻ മീൻസ് വൈറ്റും യെല്ലോയും കൂടെ ഒരുമിച്ച് നമുക്ക് കിടക്കുന്ന കോമ്പിനേഷന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്. ഇത് കണ്ടോ ഗൈസ്, ഇത് യെല്ലോ കളറ്. ഇവിടെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറായി. ഇത് കോമ്പിനേഷൻ, രണ്ടും കൂടെ ഒരുമിച്ച് കത്തിക്കിടക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രകാശം ഉള്ള ഫോഗ് ലാമ്പാണ് കേട്ടോ ഗൈസ്. നല്ല പ്രകാശമാണ്. ഞാൻ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ 13,000 പ്രൈസ് വരുന്നത്. പക്ഷേ നല്ല ഡീസൻറ്റ് മറ്റേ ത്രോയാണ് കിട്ടുന്നത്. നമുക്ക് രാത്രിയൊക്കെ ഓട്ടിക്കുന്നവർക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഫോഗ് ലാമ്പാണ് കേട്ടോ ഗൈസ്. പിന്നെ അടുത്ത എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നതെന്ന് പറയുമ്പോൾ ഈ ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് ഗാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ സ്ക്രാംബ്ലറിന് ഒരു നോർമൽ പ്ലാസ്റ്റിക്, ഒരു ബേസിക് ടൈപ്പ് ഒരു ഹാൻഡ് ഗാർഡ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ. ഈ ഹാൻഡ് ഗാർഡ്സിന് 13,000 വരുന്നുണ്ട് ഈ 2 പെയറിന്. പിന്നെ എടുത്ത് പറയാനായിട്ട് നമ്മൾ ഫ്രണ്ട് ചെയ്ത് തന്നെ ഈ മൊബൈൽ ഹോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോർമലി നമുക്കിതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ചാർജർ വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചാർജർ വരുന്ന മൊബൈൽ ഹോൾഡർ ചെയ്തില്ല. ഇതിപ്പം നമ്മുടെ ബോബോയുടെ തന്നെ വൈബ്രേഷൻ ഡാംനർ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടോ, ഇത് വൈബ്രേഷൻ ഡാംനർ പ്രോ എന്ന് പറഞ്ഞൊരു സാധനമാണ് ബോബോയുടെ. അപ്പം ഇത് കോസ്റ്റ് 1700 റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ എൻജിന് സെപ്പറേറ്റ് ഒരു ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രാഷ് ഗാർഡ്, ഇത് നമ്മൾ എൻജിൻ ഗാർഡ്. ഇതും നമ്മുടെ ട്രയംഫിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. ഇത് വരുന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3500 റേഞ്ച് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ എടുത്ത് പറയാനായിട്ട് നമ്മൾ ഈ സാഡിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇത് ലെജൻഡറിയുടെ സാഡിൽ സ്റ്റേ ആണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മൾ പെയറായിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് ട്രയംഫിൻ്റെ സാഡിൽ സ്റ്റേ ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇതിൽ ഒരു എക്സ്ട്രാ ആക്സസറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ട്രയംഫിൻ്റെ ബാഗ് കേട്ടോ ഗൈസ്. അപ്പോൾ ട്രയംഫിൻ്റെ സൈഡ് സാഡിൽ ബാഗും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് ട്രയംഫിൻ്റെ ഒറിജിനൽ ബാഗാണ്. അപ്പോൾ ഇത് മൗണ്ട് ചെയ്യാനായിട്ട്
ഉള്ള സാഡിൽ സ്റ്റേ ആണ് കേട്ടോ ഗൈസ്. ഇത് നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ട്രിപ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗ് മാത്രം മതി. ഓൾമോസ്റ്റ് ഒരു 25-30 ലിറ്റേഴ്സോളം നമുക്ക് ഇതിൽ കപ്പാസിറ്റി ഉണ്ട്. 20 ലിറ്റേഴ്സ് എന്തായാലും നമുക്ക് കപ്പാസിറ്റി കിട്ടും. അപ്പോൾ അത്യാവശ്യം ഷോർട്ട് റൈഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബാഗ് തന്നെ നമുക്ക് മതിയാവും. അപ്പം ഈ ബാഗ് മൗണ്ട് ചെയ്യാനായിട്ടാണ് ഈ സാഡിൽ സ്റ്റേ വരുന്നത്. അപ്പോൾ ഈ സാഡിൽ സ്റ്റേ പ്ലസ് ഈ ബാഗ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 20,000 ആണ് കേട്ടോ. 20,000 ഇതിന് രണ്ടിനും കൂടെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ലെജൻഡറിയുടെ സാഡിൽ സ്റ്റേ ആണ്. ഇത് കോസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ 3,750 ആ റേഞ്ച് ഈ ലെജൻഡറിയുടെ സാഡിൽ സ്റ്റേക്ക് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡിന് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇത് കോസ്റ്റ് വരുന്നതെന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 1,200 റേഞ്ച് ഇത് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്ന ഗൈസ് ഈ മോട്ടോ ടോർക്കിൻ്റെ തന്നെ നമ്മൾ ബാക്ക് കരിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പില്ലിയണ വെച്ച് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് മോട്ടോ ടോർക്കിൻ്റെ നമുക്ക് ബാക്ക് കരിയർ ചെയ്തിട്ടുണ്ട്. ഇത് 3,500 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ എക്സ്ട്രാ ചെയ്ത സംഭവമാണ് ഈ ബാക്ക് റെസ്റ്റ് കേട്ടോ ഗൈസ്. ഇത് മോട്ടോ ടോർക്കിൻ്റെ തന്നെ വരുന്നത്. ഇത് യൂണിവേഴ്സലാണ്. നമുക്ക് ഏത് മോട്ടോ ടോർക്കിൻ്റെ ബാക്ക് കരിയറിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ബാക്ക് റെസ്റ്റും കൂടെ നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പം പില്ലിയണുമായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നമ്മൾ വച്ച് കഴിഞ്ഞാൽ പില്ലിയൺ ഒരു ബാക്കിന് ഒരു കംഫർട്ടും കൂടെ ഇത് കിട്ടും കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആവശ്യം വരുമ്പോൾ മാത്രം വൈഫും കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഈ ഒരു ബാക്ക് റെസ്റ്റ് എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാൻഡ് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രിപ്പ് അപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഗ്രിപ്പാണ് കേട്ടോ ഗൈസ്. ഇത് ഓൾമോസ്റ്റ് 2,000 അടുപ്പിച്ച് ഇതിന് വില വരുന്നുണ്ട് ഈ ഗ്രിപ്സിന്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് കുഷണിങ് വേണം. അപ്പോൾ നമുക്ക് ലോങ് റൈഡ്സൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ റൈഡ് റിവ്യൂ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഗോവയിലോട്ട് ഒരു ലോങ് റൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ റൈഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. വണ്ടി ഇപ്പോൾ ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറച്ച് പോസിറ്റീവ്സ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റൈഡ് റിവ്യൂവിൽ പറയാം. അപ്പം എൻ്റെ വണ്ടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഇത്രയാണ് കേട്ടോ ഗൈസ്. ആക്സസറീസൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന ഇത്ര ആക്സസറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആക്സസറി എന്ന് പറയുമ്പോൾ സൈലൻസർ. എനിക്കിപ്പം AEWൻ്റെ പുതിയ സൈലൻസർ ഇപ്പോൾ ഇതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് 10K മേളിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും അത് ആഡ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് ഒരു ഫേസിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ആക്സസറീസ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.